സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ 17 തവണ അവൻ നിർബന്ധമായും എല്ലാ ദിവസവും ഓതണം. 1-2 തവണയല്ല, 17 തവണ അവൻ നിർബന്ധമായും ഓതണം. അവൻ്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ആ നമസ്കാരത്തിൽ ഫാത്തിഹ ഉണ്ടാകണം. ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഅ ബിഫാത്തിഹത്തിൽ കിതാബ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഹീഹായ ഹദീത്താണ്, ഫാത്തിഹ ഓതാത്തവനെ നമസ്കാരമില്ല. നമസ്കാരത്തിൻ്റെ അർക്കാനുകളിൽപ്പെട്ട, നമസ്കാരത്തിൻ്റെ റുക്നിൽപ്പെട്ട കാര്യമാണ് ഫാത്തിഹ ഓതുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അധ്യായം, എന്നും പാരായണം ചെയ്യേണ്ട അധ്യായം. എത്ര തവണ? 17 തവണ നിരന്തരം ഓതേണ്ട അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. ആ അധ്യായം വിശ്വാസികൾ കൊണ്ടു നടക്കണം. ആ അധ്യായത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി മാ ഉൻസിലത് ഫി തൗറാത്തി വലാ ഫിൽ ഇൻജീലി വലാ ഫി സബൂർ വലാ ഫിൽ ഫുർഖാനി മിത്ലുഹാ وإنها 7 من المثاني والقرآن العظيم الذي أعطيته. പ്രവാചകന്റെ അധ്യാപനമാണ്. സുന്ദരമായ ഒരു ഹദീത്താണിത്. എന്താ ഈ ഹദീത്തിൽ പറയുന്നത്? പ്രവാചകൻ പറയുന്നത്, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. തൗറാത്തിലോ ഇഞ്ചീലിലോ സബൂറിലോ ഖുർആനിലോ ഇതിന് സമാനമായ ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. നോക്കൂ നിങ്ങൾ, 4 വേദഗ്രന്ഥങ്ങൾ, ഖുർആനുണ്ട്, സബൂറുണ്ട്, ഇഞ്ചീലുണ്ട്, തോറയുണ്ട്, തൗറാത്തുണ്ട്. ഈ 4 ഗ്രന്ഥങ്ങളിലും ഇതിന് സമാനമായ ഒരു സൂറത്ത് ലഭിച്ചിട്ടില്ല എന്നാണ്. മുൻപ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്ക് അള്ളാഹു വേദഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ട്. ആ വേദഗ്രന്ഥങ്ങളിൽ ആശയങ്ങളുണ്ട്, ആ വേദഗ്രന്ഥങ്ങളിൽ വഹിയുകളുണ്ട്. ആ വഹിയുകളേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ വഹിയേത സൂറത്തുൽ ഫാത്തിഹയാണ്. ഞാനും നിങ്ങളും ദിനേന ഓതിക്കൊണ്ടിരിക്കുന്ന ഈ അധ്യായമാണ്. ഈ ഹദീത്ത് മതി ഈ സൂറത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആനിലും ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗേത അത് സബഉൽ മഥാനി എന്നറിയപ്പെടുന്ന, സബഉൽ മഥാനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ്. കാരണം അതിലെ ആവർത്തിത വചനങ്ങൾ വീണ്ടും വീണ്ടും പാരായണം ചെയ്യേണ്ട ആയത്തുകൾ എന്ന രീതിയിലാണ് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും ജിബ്രീൽ അലൈഹിസ്സലാമും ഒരു സ്ഥലത്തിരിക്കുകയാണ്. ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം, നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ബൈനമാ ജിബ്രീലു ഖായിദൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅ നഖീദൻ മിൻ ഫൗഖിഹി. ജിബ്രീൽ നബി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മുകളിൽ നിന്നൊരു ശബ്ദം കേട്ടു. അപ്പോൾ എന്ത് ചെയ്തു? ഫറഫഅ റഅസഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിലേക്ക് നോക്കി. ഫഖാല ഹാദാ ബാബുൻ. ജിബ്രീൽ ആ സമയത്ത് പറഞ്ഞു, അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജിബ്രീൽ പറഞ്ഞു, ഫഖാല ഹാദാ ബാബുൻ മിനസ് സമാഇ ഫുതിഹൽ യൗമ ലം യുഫ്തഹ് ഖത്തു ഇല്ലൽ യൗം. ആകാശത്തൊരു കവാടം തുറന്നു. ആ ശബ്ദം എന്താണ്? ആകാശത്തിന്റെ ഒരു കവാടം തുറക്കുന്ന ശബ്ദമാണ്. ആ കവാടത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്ന് വരെ ആ കവാടം തുറന്നിട്ടില്ല. ആ കവാടം ആദ്യമായി തുറക്കപ്പെടുകയാണ്. എന്നിട്ട് ആ കവാടത്തിലൂടെ ഫനസല മിൻഹു മലക്കുൻ, ആ കവാടത്തിലൂടെ ഒരു മലക്ക് ഇറങ്ങി വന്നു. ആ മലക്ക് ഇതുവരെ ഭൂമിയിലേക്ക് എന്ത് ചെയ്തിട്ടില്ല? ഇറങ്ങി വന്നിട്ടില്ല, ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അങ്ങനെ ആദ്യമായി കൊണ്ട് കവാടം തുറന്നു. ആ കവാടത്തിലൂടെ ഒരു മലക്ക് ഭൂമിയിലേക്ക് വന്നു. എന്നിട്ട് ഫസല്ലമ, സലാം പറഞ്ഞു. ജിബ്രീലിനോടും നബിയോടും ആ മലക്ക് സലാം പറഞ്ഞു. എന്നിട്ട് ആ മലക്ക് പറഞ്ഞു, വഖാല അബ്ശിർ ബിനൂറൈൻ, 2 പ്രകാശങ്ങൾ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. ഊതീതഹുമാ ലം യുതഹുമാ നബിയ്യുൻ ഖബ്ലക ഫാത്തിഹത്തുൽ കിതാബ് വഖവാതീമു സൂറത്തുൽ ബഖറ. 2 പ്രകാശങ്ങൾ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. ആ 2 പ്രകാശങ്ങൾ ഇന്നലകളിൽ കഴിഞ്ഞുപോയ ഒരു നബിമാർക്കും നൽകാത്ത 2 പ്രകാശമാണ്. ഏതാണ് ആ പ്രകാശം? ഒന്ന് ഫാത്തിഹത്തുൽ കിതാബ്, സൂറത്തുൽ ഫാത്തിഹയാണ്. വഖവാതീമു സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തുകൾ ഇൻഷാ അല്ലാഹ് നമ്മളത് വരുന്ന ഖുത്ബകളിൽ നമ്മൾ വിശദീകരിക്കും. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഒരു മലക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. ഒരു ആകാശത്തിന്റെ കവാടത്തിലൂടെ, ഇതുവരെ തുറക്കാത്ത, അന്ന് മാത്രം തുറന്ന ഒരു കവാടത്തിലൂടെ ഒരു മലക്ക്, ഭൂമിയിലേക്ക് ഇതുവരെ വരാത്ത മലക്ക് വന്ന് പ്രവാചക തിരുമേനിക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. 2 സന്തോഷങ്ങൾ, 2 പ്രകാശങ്ങൾ ഇതാ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. ആ പ്രകാശങ്ങൾ മുമ്പ് ആർക്കും ലഭിച്ചിട്ടില്ല. എന്താണത്? അത് ഫാത്തിഹയാണ്, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തുകളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് ഈ സൂറത്തിന്റെ മഹത്വമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉബയ്യ് എന്ന് പറയുന്ന സഹാബി, അദ്ദേഹം പള്ളിയിലിരിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം നിസ്കരിക്കുന്നത് കണ്ടു. അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് മഹാനായ അബൂ സഈദുൽ മുഅല്ല അദ്ദേഹം പറയാണ്, ഞാൻ പള്ളിയിൽ നമസ്കരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കണ്ടു. കുൻതു ഉസല്ലി ഫദഅനി, ഞാൻ നിസ്കരിക്കണം, അപ്പം നബി എന്നെ വിളിച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഫലം ഉജിബുഹു, ഞാൻ പ്രവാചകന്റെ വിളിക്ക് ഉത്തരം കൊടുത്തില്ല. കാരണം ഞാൻ നിസ്കാരത്തിലാണ്. നിസ്കരിക്കാൻ തക്ബീർ കെട്ടിയപ്പോഴാണ് നബി വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൽ പ്രവേശിച്ചതിനാൽ ഞാൻ നബിക്ക് വിളി കൊടുത്തില്ല. ഞാൻ നിസ്കാരം പൂർത്തിയാക്കി.
അങ്ങനെ നമസ്കാരം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ചെന്നു, സലാം പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഞാൻ നിന്നെ വിളിച്ചില്ലേ, നീ എന്തേ ഉത്തരം നൽകാഞ്ഞത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നബിയെ ഞാൻ നമസ്കരിക്കുകയായിരുന്നു, യാ റസൂലല്ലാഹ് ഇന്നി കുൻതു ഉസല്ലി, ഞാൻ നമസ്കാരത്തിലായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലം യഖുലില്ല, അല്ലാഹു പറഞ്ഞു നീ കേട്ടിട്ടില്ലേ? എന്താ അല്ലാഹു പറഞ്ഞത്? ഇസ്തജീബു ലില്ലാഹി വലിർ റസൂലി ഇദാ ദഅാകും, അല്ലാഹുവും റസൂലും വിളിച്ചാൽ എവിടെയായാലും വിളി കേൾക്കണം. അത് നബിയുടെ പ്രത്യേകതയാണ്. സ്വഹാബികൾ നമസ്കരിക്കുകയാണ് എന്ന് വിചാരിക്കുക, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വരാൻ പറഞ്ഞാൽ അവർ വരണം. അത് ഖുർആനിന്റെ കൽപ്പനയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ ഓർമ്മപ്പെടുത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുമ്മ ഖാല അലാ ഉഅല്ലിമുക അഅ്ളമ സൂറത്തിൻ ഫിൽ ഖുർആൻ ഖബ്ല അൻ തഖ്റുജ മിനൽ മസ്ജിദ്, ഈ പള്ളിയിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകുന്നതിന് മുമ്പ് ഖുർആനിൽ ഏറ്റവും മഹത്തായ ഒരു സൂറത്ത്, ഒരു അധ്യായം ഞാൻ നിങ്ങളെ പഠിപ്പിക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അങ്ങനെ ആ സ്വഹാബി പള്ളിയിൽ നിന്ന് പുറത്തു പോകാൻ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. എന്ന പ്രവാചകൻ അധ്യാപനം ഏറ്റവും അഅ്ളമായ, ഏറ്റവും ശ്രേഷ്ഠമായ അഅ്ളമ സൂറത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിൽ ഏറ്റവും മഹത്തായ സൂറത്ത്, ആ സൂറത്ത് പഠിപ്പിക്കുമെന്നാണ്. ആ സൂറത്ത് അറിയുന്ന ആളുകളാണ് നമ്മൾ. ആ സൂറത്ത് കൊണ്ടുള്ള നേട്ടങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി എണ്ണി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമസ്കാരത്തിൽ നമ്മളത് പാരായണം ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ റുഖിയ നടത്താൻ ഇസ്ലാമികമായ മന്ത്രമുണ്ട്. നമുക്ക് രോഗമുണ്ട്, പ്രയാസങ്ങളുണ്ട്. രോഗികളാകുന്ന സമയത്ത് മറ്റുള്ള ആളുകളുടെ സമീപത്ത് പോയി അവരുടെ കയ്യിൽ നിന്ന് ഉറുക്കും നൂലുമൊക്കെ വാങ്ങി കെട്ടുന്ന മനുഷ്യന്മാരുണ്ട്. അത് ശിർക്കാണ്, അള്ളാഹു അംഗീകരിക്കാത്ത കാര്യമാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചികിത്സാ രീതിയാണ് നമ്മുടെ കൈകളിൽ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതി നമ്മുടെ കൈ കൊണ്ട് തന്നെ ശരീരത്തിൽ തടവുക എന്നുള്ളത്. എന്ത് രോഗമാകട്ടെ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ചികിത്സയാണെന്ത്? ഇസ്ലാമിക മന്ത്രം എന്നുള്ളത്. ഇസ്ലാമിൽ മന്ത്രമുണ്ട്, ഇസ്ലാമിൽ കുതന്ത്രമില്ല. പ്രത്യേകം മനസ്സിലാക്കണം, ഇസ്ലാമിൽ മന്ത്രം ചികിത്സയാണ്, സംശയമൊന്നുമില്ല. അത് ദീനിലുള്ളതാണ്, ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഈ സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീറുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന സംഭവം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ആയിഷ ഉമ്മ റുഖിയ നടത്തിയത്. ആയിഷ ഉമ്മ സൂറത്ത് ഓതിയിട്ട് നബിയുടെ കയ്യിൽ ഊതി, നബിയുടെ കൈ കൊണ്ട് തടവീന. കാരണം എൻ്റെ കയ്യിനേക്കാൾ നബിയുടെ കയ്യിന് ബറക്കത്തുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ചെയ്തത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് നമുക്ക് മന്ത്രിച്ചു കൊടുക്കാം. ഈ സൂറത്തുൽ ഫാത്തിഹ അടക്കമുള്ള, ആയത്തുൽ കുർസി അടക്കമുള്ള, മുഅവ്വിദാത്ത് അടക്കമുള്ള സൂറത്തുകൾ പാരായണം ചെയ്ത് കയ്യിൽ ഊതി അവരുടെ ശരീരങ്ങളിൽ തടവിക്കൊടുക്കുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ച മന്ത്രമാണ്. അങ്ങനെ മന്ത്രിക്കാനുള്ള സൂറത്ത് കൂടെയാണ് ഏത്? സൂറത്തുൽ ഫാത്തിഹ.